ഒരു ബേസ് മോഡൽ വണ്ടിയാണ് എന്തിപ്പോൾ ഇതുപോലെ ആക്കി വെച്ചേക്കുന്നത്. ഹേ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് നാളെ ഇങ്ങനത്തെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് എനിക്കറിയാം. കാരണം നമ്മളൊരു പ്രൊജക്റ്റിൻ്റെ പിന്നാലെയായിരുന്നു. പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, നമ്മുടെ വണ്ടി ഒരുപാട് പേര് നമ്മുടെ വീഡിയോസിൽ കാണാമെന്നില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റാണ് വരുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ വണ്ടി ചെറുതായിട്ടൊന്നും ഞാനൊന്ന് പണിയാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 25 ഡേയ്സിൻ്റെ മേലൊക്കെ കഴിഞ്ഞു നമ്മൾ പണിയാൻ കൊടുത്തിട്ട്. ഒരു കൃത്യം പ്രോപ്പറായിട്ട് പണിത് തരാനാണ് അവർ പറഞ്ഞത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഡിലേ വന്നത്. അത് മാത്രമല്ല മഴ പെയ്ത കാരണം പെയിൻ്റൊക്കെ അടിച്ച് ഒന്ന് സെറ്റ് ആവാനായിട്ട് കുറച്ച് സമയം എടുത്തു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്ന ദിവസമാണ്. അപ്പോൾ അതാണ് നമ്മുടെ വണ്ടി നമ്മൾ ഫോറസ്റ്റിൽ കാണാണ്ടിരുന്നത്. വീഡിയോ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കാറിൽ ഇനി വരുത്താനുള്ള എന്തെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റിൽ പറയുക. സോ ഇപ്പോൾ എന്തായാലും നിങ്ങൾ ഞാൻ കാറ് കൊണ്ട് കൊടുക്കണേക്കാളും മുന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങളത് ഫസ്റ്റ് കണ്ടിട്ട് പോയോ. ഫ്ലാഷ് ബാക്ക്. ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, സോ നിങ്ങൾ ഇതിൻ്റെ മുന്നേ ഇൻട്രോ കണ്ടിട്ടുണ്ടാവും. സോ നമ്മൾ ഇന്ന് ജൂൺ 24 തീയതിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ വണ്ടി ഈ കാണുന്ന കാറ് നമ്മളൊന്ന് മോഡിഫൈ ചെയ്യാൻ കൊടുക്കാൻ പോവാണ്. ഓക്കെ, നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് തന്നെയാണ് കൊടുക്കുന്നത്. സോ അവൻ നല്ല രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫസ്റ്റിൻ്റെ കാര്യം പറയുന്നത്, ഞാൻ അലോയ് വീൽ ഇപ്പോൾ മാറ്റുന്നില്ല. കാരണം നമ്മുടെ ടയർ ലൈഫ് അത്യാവശ്യം കിട്ടുന്നുണ്ട് ഈ വണ്ടിക്ക്. ഓക്കെ, അപ്പോൾ ഒരു 15,000-20,000 കഴിഞ്ഞിട്ട് അല്ല അത് അലോയ് മാറ്റാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ. കാരണം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ വാങ്ങിയ ടയർ വേസ്റ്റ് ആയി പോകും. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് 3000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. അപ്പോൾ എന്തായാലും ബാക്കി എക്സ്റ്റീരിയറിൽ കുറച്ച് ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ്, ടിൻ്റ് അടിക്കുക, അതുപോലെ തന്നെ കുറച്ച് പരിപാടി ഞാൻ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത്. ഗൈസ്, ഫൈനലി ഇതേ നമ്മുടെ വണ്ടി കയ്യിലോട് എത്തിയിട്ടുണ്ട്. സോ ഈ ബ്രോ ആണ് നമ്മുടെ എല്ലാം ചെയ്യുന്നത്. ഹലോ. ഓക്കെ, പുള്ളിയുടെ കയ്യിൽ നമ്മൾ വണ്ടി കൊടുക്കാൻ പോവാണ്. ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് നമ്മൾ ചെയ്യുന്നുള്ളൂ, വലിയ കാര്യമായിട്ടില്ല. സോ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് വണ്ടിയിൽ ഇവിടെ സൈഡിൽ ഗ്ലോസി ആക്കുന്നുണ്ട്. സോ എന്താ പറയുക, നമ്മുടെ വണ്ടിയുടെ മുൻഭാഗം ഇത് മാറ്റാണ് വരുന്നത്. സോ അത് ഗ്ലോസി ആക്കണം. പിന്നെ അതേപോലെ ഇതൊന്ന് ഫോഗ് ചെയ്യണം. പിന്നെ ടിൻ്റ് അടിക്കണം. പിന്നെ മേലെ റൂഫ് റെയിൽസും ബാക്കിൻ്റെ സ്പോയിലറും വയ്ക്കണം. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നോക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ബ്രോൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ആ ഒരു കാറ് നമ്മൾ എടുക്കാൻ പോവുകയാണ് തിരിച്ച്. ഓക്കെ, അപ്പോൾ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നാളെ നമ്മുടെ കാർ കാണാത്തതും അതേപോലെ തന്നെ ഇതുകൊണ്ടൊക്കെയാണ് നമ്മുടെ കാറ് നമ്മുടെ ഫോറസ്റ്റിൽ ഉണ്ടായിരുന്നത്. സോ നമ്മൾ എന്തായാലും പോയി എടുക്കാൻ പോവാണ്. അതുപോലെ തന്നെ ചാലക്കുടിയിലുള്ള 52 വർക്സിലാണ് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ നമ്മൾ ഏൽപ്പിച്ചത്. വലിയ കാര്യമുള്ള പ്രൊജക്റ്റ് ഒന്നുമല്ല. സോ വണ്ടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ചെയ്തേക്കുന്നത്. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ആ ഒരു ഓൾഡ് വണ്ടിയല്ല നിങ്ങളിനി കാണാൻ പോകുന്നത്. നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ ഡ്രസ്സ് ഒന്ന് മാറിയിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടി എടുക്കാൻ വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബസ്സിലാണ് പോണത്. തിരിച്ചു വരുമ്പോൾ വണ്ടി കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാനായിട്ട് ഇപ്പോൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എൻ്റെ സബ്സ്ക്രൈബറിനുണ്ട്, നിതിന്നാണ് പുള്ളിയൊരു പേര്. ഓക്കെ, അപ്പോൾ പുള്ളിനെ വെച്ച് കണ്ടപ്പോൾ പുള്ളിനെ കൂടി ഞാൻ ബ്ലോഗിൽ ഉൾപ്പെടുത്താൻ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ പോയി ബാക്കിയുള്ള പരിപാടി പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മൾ അന്ന് മീറ്റ് ചെയ്ത പുള്ളി എന്ന് പറയുന്നത്. സോ ഫൈനലി നമ്മുടെ വണ്ടി ഇപ്പോൾ കിട്ടാൻ പോവാണ്. പക്ഷെ നല്ല മഴയാണ്, കാണാൻ പറ്റും. നല്ല സൂപ്പർ ദിവസം. ഓക്കെ ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് വണ്ടി പോയി എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുള്ള മുന്നായിട്ട് നമുക്കൊരു വീഡിയോ ടീമിൻ്റെ വക ഒരു സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ അത് പോയി കണ്ടിട്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടി കിട്ടി, നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. സോ നമ്മൾ ഇവനെ കൊണ്ടൊരു വീഡിയോ എടുക്കാൻ പോവുകയാണ്. സോ വീഡിയോ എടുക്കാൻ പോകുന്ന സ്ഥലവും നമ്മുടെ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വീഡിയോ എടുക്കാനായിട്ട് നമ്മുടെ ചിമ്മിനി ഭാഗത്താണ് എത്തിക്കുന്നത്. സോ നമ്മുടെ ക്യാമറമാനൊക്കെ വരാനുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചിമ്മിനി ഡാമിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ കിടിലൻ സ്പോട്ടുകളുണ്ട് വീഡിയോ എടുക്കാനൊക്കെ. അപ്പോൾ അതിനുവേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത് ഇവനാണ്. ഇവൻ്റെ DN വിഷ്വൽസ് എന്ന് പറഞ്ഞ ഒരു ടീമാണ് നമുക്ക് വേണ്ടി വർക്ക് എടുക്കാൻ വന്നത്. അപ്പോൾ അവരുടെ ക്യാമറമാൻമാർ വരുന്ന ഓൺ ദ വേ ആണ്. സോ എനിക്ക് എന്തെങ്കിലും വിഷ്വലി ലൈക്ക് എന്താ പറയുക, ഈ പറഞ്ഞ പോലെ വീഡിയോഗ്രാഫി കാര്യങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവനെ കോൺടാക്ട് ചെയ്താൽ മതി. താഴത്തെ നമ്പർ കല്യാണം ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ എന്തായാലും ഇവരുടെ അടുത്ത് വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വാ. ഫൈനലി നമ്മുടെ വണ്ടി ഇവിടെ കിട്ടിയിരിക്കുകയാണ്. ഒന്ന് കിടിലം, എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ കണ്ടേ, വാവ്, നമ്മൾ കൊടുത്ത വണ്ടി പോലെയാണ് ഇത്. സീൻ. അപ്പോൾ നമ്മുടെ വണ്ടി എടുത്തിട്ട് ആ ഒരു ഭാഗത്തേക്ക് ഇടാൻ പോവാണ്.
കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. സോ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. എൻ്റെ മോനെ വണ്ടി ഒരു മാസീവ് ലുക്ക് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ സൈഡ് മറ്റേ യെല്ലോ കളർ അടിച്ചിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഫൈനലി ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇത്രയും നാൾ ചോദിച്ചുകൊണ്ടിരുന്ന നമ്മുടെ വണ്ടി എവിടെ മനസ്സിലായില്ലേ? നമ്മുടെ വണ്ടി ഒന്ന് പണിയാൻ ചെറുതായിട്ട് പണിയാൻ കിട്ടിയായിരുന്നു. പിന്നെ അലോയ് നമ്മൾ തൽക്കാലം മാറ്റിയിട്ടില്ല. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും അലോയ് നമ്മൾ ഇങ്ങനെ മാറ്റിയിട്ടില്ല. പണ്ടത്തെ അലോയ് തന്നെയാണ് 16 ഇഞ്ച്. അത് ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല സ്യൂട്ടാണ് ആ ഒരു കപ്പ് കാര്യങ്ങളൊക്കെ. പക്ഷെ വണ്ടി മൊത്തത്തിൽ മൂടായി. ഇതിൽ നമ്മൾ സ്പോയിലർ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് എന്താ ഡ്രിൽ ചെയ്ത് വെക്കണം. അപ്പൊ നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒട്ടിച്ച് വെച്ചപ്പോൾ അത് ശരിക്കും നിൽക്കണില്ല. മഴയൊക്കെ കാരണം മൊത്തത്തിൽ പൊളിഞ്ഞു പോവുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടികളിൽ ചെറിയ മോഡിഫിക്കേഷൻ ആണെങ്കിലും വലിയ മോഡിഫിക്കേഷൻ ആണെങ്കിലും പുള്ളിനെ കോൺടാക്ട് ചെയ്താൽ മതി. താഴത്തെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറക്കണ്ട 52 വർക്ക്സ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സെറ്റാക്കും. പിന്നല്ല പിന്നെ എൻ്റെ വണ്ടി ഡിലേ ചെയ്ത് വേറെ ഒന്നല്ല, മഴ കാരണം. പിന്നെ അതിന് 1-2 പ്രൊഡക്ട്സ് കിട്ടാൻ കുറച്ച് നേരം വൈകി. അതാണ് വേറെ സീനൊന്നുമില്ല. അപ്പം അങ്ങനെ ഗൈസ് ഫൈനലി നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. സോ ചാവി ഞാൻ വാങ്ങിക്കാൻ പോവാണ്. യെസ് ഗൈസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ വണ്ടികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റപ്പ് ആയി എടുക്കണമെങ്കിൽ കോൺടാക്ട് ചെയ്തോ. താഴത്തെ നമ്പറും കാര്യങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട്. ട്രസ്റ്റ് ചെയ്യാം, വിശ്വസിക്കാം, അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ കോൺടാക്ട് ചെയ്തതും ഇതേപോലെ തന്നെ ഇൻസ്റ്റ വഴിയാണ്. അപ്പോൾ നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റ DM ചെയ്താൽ മതി, അല്ലെങ്കിൽ താഴത്തെ നമ്പർ കൊടുക്കാം, ജസ്റ്റ് കോൾ ചെയ്താൽ മതി. സെറ്റാണ്, കൊള്ളാം. അപ്പോൾ എൻ്റെ വണ്ടിയിൽ എന്തൊക്കെ വർക്ക് ചെയ്തെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. വലിയ വർക്കൊന്നുമല്ല, പക്ഷേ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വർക്കുകളാണ് ഞാൻ എൻ്റെ വണ്ടിയിൽ ചെയ്തേക്കുന്നത്. നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് അലോയ് ഞാൻ മാറ്റിയിട്ടില്ല. കാരണം അലോയ് അത് 1 ലക്ഷത്തിൻ്റെ അടുത്ത് ചിലവ് വരും. കാരണം അലോയ് ചെയ്യുമ്പോൾ തന്നെ ഇത് 16 ഇഞ്ചാണ്, ഒരു 18 ഇഞ്ചിന് ചെയ്യണം. അപ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ടയർ മാറണം, അലോയ് മാറണം. അപ്പോൾ കുറച്ച് റേറ്റ് വരും. അത് ഞാനിപ്പോൾ ചെയ്യുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. ഓക്കെ, അതിന് ശേഷം പിന്നെ ഇപ്പോൾ ഇതിൽ ഞാൻ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ മുന്നത്തെ വീഡിയോസ് കണ്ടവരാണെങ്കിൽ മനസ്സിലാവും. നമ്മുടെ റൂഫ് വൈറ്റ് ആയിരുന്നു. അത് ഞാനിപ്പോൾ ബ്ലാക്ക് സ്റ്റിക്കറിങ് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് സ്റ്റിക്കറിങ് കൊടുക്കുമ്പോൾ ഒരു ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് RC മാറ്റേണ്ടി വരില്ല. പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ മാറ്റേണ്ടി വരും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഞാൻ ചെയ്തിട്ടുണ്ട്, സ്റ്റിക്കറിങ് ആണ്. അതുപോലെ ഈ സൈഡ് മൊത്തം ഗ്ലോസി ആക്കി. പിന്നെ ഇവിടെ ഈ DRL ഞാൻ ഒരു യെല്ലോ ഒരു സ്റ്റിക്കറിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അണ്ടർബോർഡ് ചെയ്തു. സോ ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. അതേപോലെ തന്നെ ഈ കാണുന്ന നമ്മുടെ മിറർ അത് രണ്ടും ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ സൈഡിൽ ബാഡ്ജിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ചധികം പണി ചെയ്തിട്ടുണ്ട്. വരികയാണെങ്കിൽ അതൊക്കെ നമ്മൾ പണിതാണ്, അഴിച്ചിട്ട് ഗ്ലോസിക്ക് ആക്കിയതാണ് അവർ. പിന്നെ ഇവിടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ സൈഡിൽ ബാഡ്ജിങ്, ഇവിടെ ഒരു സെൽട്ടോസിൻ്റെ ബാഡ്ജിങ്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ കുറച്ച് പണി ചെയ്തിട്ടുണ്ട് എൻ്റെ മേലെ. ഇത് കാണുമ്പോൾ ഇതിൽ വലിയ വർക്ക് ചെയ്ത പോലെ തോന്നുന്നില്ല, പക്ഷേ അത്യാവശ്യം നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ. അതേപോലെ തന്നെ നമ്മൾ സ്പോയിലർ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. അത് ഇനി ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്താൽ മാത്രം മതി. പിന്നെ അതുപോലെ റൂഫ് റെയിൽസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വണ്ടി കുറച്ചുകൂടി വലിയൊരു വണ്ടി പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത്യാവശ്യം വലിപ്പമുണ്ട് വണ്ടി, എന്നാലും കുറച്ചും കൂടി വലിപ്പം ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഗൈസ്, പിന്നെ നമ്മുടെ വണ്ടിയിൽ നമ്മൾ ടിൻഡ് അടിച്ചിട്ടുണ്ട്. നോർമൽ ഗവൺമെൻറ്റിൽ അപ്രൂവ് ആയിട്ട് ടിൻഡ് അടിച്ചത്. പണികളൊക്കെ ചെയ്തത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ 52 വർക്ക്സ് ആണ്. അവർ അത്യാവശ്യം നല്ലപോലെ ചെയ്തു തരുന്നുണ്ട്. കാരണം സമയം എടുത്താലും അവർ നല്ലപോലെ കൃത്യമായിട്ട് ചെയ്തു തരും. അതിൻ്റെ പെർഫെക്ഷൻസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഇത് മൊത്തം അഴിച്ച് എടുത്ത് അതിൻ്റെ ഞാൻ വീഡിയോസ് സൈഡിൽ കൊടുക്കാം. മൊത്തം അഴിച്ചെടുത്തിട്ടാണ് അവർ ഗ്ലോസി പെയിൻ്റ് അടിച്ച് വെച്ചേക്കുന്നത്. അതിൻ്റെ സാധനം ഇതിൻ്റെ മേലെ വെച്ചത് തന്നെ അല്ല ചെയ്തേക്കുന്നത്. വേറെ ഇവിടെ മഞ്ഞ ഒരു ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ലൈറ്റ് ഇടുമ്പോൾ കുറച്ച് ഭംഗിയാണ് കാണാനായിട്ട്. ഇൻറ്റീരിയർ വേറെ ചെയ്തിട്ടില്ല, ചെയ്യണമെന്നുണ്ട്. കുറച്ചും കൂടി പൈസ ആക്കിയിട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത്രയാണ് നമ്മുടെ വണ്ടിയുടെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു നമ്മൾ വണ്ടി സ്റ്റോക്ക് എടുത്തിട്ട് പണിതില്ലേ എന്ന്. എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാനിതിൽ പണിതിട്ടുണ്ട്. നമുക്ക് ഫണ്ട് ആവുന്ന രീതിയിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കിടിലം വണ്ടി തോന്നില്ല. ഒരു ബേസ് മോഡൽ വണ്ടിയാണ് എന്തിപ്പോൾ ഇതുപോലെ ആക്കി വെച്ചേക്കുന്നത്. അത്യാവശ്യം ഗ്ലോസി കാര്യങ്ങൾ ഒന്ന് കഴുകി കഴിഞ്ഞാൽ ഐറ്റം സെറ്റാണ് കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വീഡിയോസ് ഇത്ര നാൾ ചെയ്യാണ്ടിരുന്നതൊക്കെ. അതുകൊണ്ടാണ് ഈ വണ്ടിയുടെ പ്രൊജക്റ്റിൻ്റെ പിന്നാലെയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മഴ പെയ്തു. അപ്പോൾ അടിച്ച പെയിൻറ്റ് ഉണങ്ങാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ടായി. അപ്പോൾ അവസാനം വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടി. സെറ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വണ്ടിയുടെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഫൈനലി നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകാൻ നിൽക്കുകയാണ്. സോ നിങ്ങൾക്ക് ഇതേപോലെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വണ്ടിയിലാണെങ്കിലും വെഡിങ് ആണെങ്കിലും ബർത്ത്ഡേ ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് DN വിഷ്വൽസിനെ കോൺടാക്ട് ചെയ്യാം. അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്.